പോകുന്നത് പൊട്ടറ്റോ ചീസ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും നോർത്ത് സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കൂടുതലും കിട്ടുന്ന സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് പൊട്ടറ്റോ വെച്ചിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചീസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കിടിലൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നോക്കാം എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ ചീസ് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പം പേര് തന്നെ ഉണ്ട് എന്തൊക്കെയാണ് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഐറ്റം അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്തായാലും പൊട്ടറ്റോ ഞാൻ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേവിച്ച് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബൗളിലേക്ക്. അടുത്തത് നമ്മൾ ബൗളിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സവാളയാണ് കേട്ടോ. അപ്പം ചെറിയൊരു സവാള എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വലുത് ക്യാപ്സിക്കം ഒന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ട് വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തികച്ച ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. അത് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചീസാണ് കേട്ടോ. അപ്പം നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫില്ലിംഗ് വെക്കാനുള്ള സമയമാണ് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ചീസിന്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചീസിന്റെ സ്ലൈസ് ഇല്ല എങ്കിൽ, ഷീറ്റ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അതിന് മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയാവും കേട്ടോ. ഇനി ചീസ് അധികം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ ചീസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ ചെയ്യാമേ. ഇനി നമുക്ക് അടുത്തൊരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനടുത്ത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ചിന്റെ 2 സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസി സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ കാണത്തില്ല, എങ്ങനെയാണ് ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചീസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സാൻഡ്വിച്ച്? അടിപൊളിയായിട്ടില്ലേ? ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.